അപ്പോൾ PSC നിയമനത്തിന് കാലതാമസം വരുന്നത് കൊണ്ടാണ് ഡെപ്യൂട്ടേഷൻ നിയമനം എന്നാണ് വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. PSC നിയമനം നടക്കുമ്പോൾ ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. PSC നിയമനം താമസം വരുന്നതുകൊണ്ട് ഈ രണ്ട് തസ്തികകളും തൽക്കാലം പൊതുഭരണ വകുപ്പിൽ നിന്ന് എടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഡെപ്യൂട്ടേഷൻ തൽക്കാലം PSC നിയമനം വരുന്നത് വരെ, അതിൻ്റെ ആൾക്കാർ വരുന്നിടം വരെ താൽക്കാലികമായിട്ട് പൊതുഭരണ വകുപ്പിൽ നിന്നും MBA ഉൾപ്പെടെയുള്ള അവർ ആവശ്യപ്പെട്ട ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള 2 പേരെ മിൽമ നിയമിച്ചത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അപ്പോൾ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ നിയമനങ്ങളിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ശ്രീജിത്ത്? സ്വാഭാവികതയുണ്ടെന്ന ആക്ഷേപമാണ് തൊഴിലാളി യൂണിയനുകളും മറ്റും ഉന്നയിക്കുന്നത്. കാരണം മിൽമയുടെ ഭരണഘടന അനുസരിച്ച്, ബൈലോ അനുസരിച്ച് മിൽമയിലെ നിയമനങ്ങൾക്ക് മിൽമ ഭരണസമിതിയുടെ അംഗീകാരം വേണം. അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സാധാരണ മിൽമയിൽ നിയമനങ്ങൾ നടന്നത്. ഇത് ലംഘിച്ചുകൊണ്ട് ഇതാദ്യമായാണ് മിൽമയുടെ ഭരണസമിതിയുടെ അനുമതിയില്ലാതെ, അംഗീകാരമില്ലാതെ നേരിട്ട് സർക്കാർ ഒരു ഡെപ്യൂട്ടേഷൻ നിയമനം നടത്തുന്നത്. ഇതാണ് അസ്വാഭാവികമായ നിയമനത്തിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ നിന്ന് വിരമിച്ച MDയെ പിന്നീട് അതേ തസ്തികയിൽ തന്നെ പുനർനിയമനം നൽകാനുള്ള തീരുമാനവും അടുത്ത കാലത്ത് മിൽമ നേതൃത്വത്തിൽ സർക്കാർ ഇടപെടലോടെ കൈക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോഴാണ് ആ തീരുമാനം പിൻവലിച്ചത്. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ആ നിയമിച്ച MDയെ മാറ്റി നിർത്തുകയും ചെയ്തത്. അപ്പോൾ മിൽമയിൽ അടുത്തിടെ നടക്കാനിരിക്കുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അസ്വാഭാവിക നീക്കങ്ങൾ മിൽമ ഭരണസമിതിയിലേക്ക് മറ്റും സർക്കാർ തലത്തിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.